ഇറങ്ങ മോളെ. പോട്ടെ. ശരി. ആരാ സീത? ഞാനാ. എന്താ? ഞങ്ങൾ ജേർണലിസ്റ്റാ. സീത ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ വിശേഷിച്ച്? ഉണ്ണിയെക്കുറിച്ച്. സുമിത്രേ, കുട്ടികളെ ഒന്ന് വീട്ടിലാക്കിയേക്ക്. ഞാൻ പിന്നാലെ വന്നോളാം. ഞാൻ രവി. ഇത് ഫോട്ടോഗ്രാഫർ അലക്സ്. ഞങ്ങൾ മലയാള ഭൂമിന്നാ. ഉണ്ണി അറിയോ? അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏയ്, എന്താ ഇതാ? നോ പ്ലീസ്. ഉണ്ണിയെക്കുറിച്ചൊരു വിവരം ഞങ്ങൾ അറിഞ്ഞു. എ സാഡ് ന്യൂസ്. എന്താ? എയ്ഡ്സ് ആയിരുന്നു എന്നാ പറയണത്. മനപ്രയാസം കൊണ്ട് ആത്മഹത്യ ചെയ്തതാ. സീത, എന്തോ പന്തികളുണ്ട്. മലയാളം പത്രങ്ങളൊന്നും ഈ വാർത്ത വന്നില്ലല്ലോ. അങ്ങനെ സംഭവിക്കില്ല. എന്റെ ഉണ്ണിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അസുഖം വരില്ല. എനിക്കും വിശ്വാസം വരുന്നില്ല. തൽക്കാലം ഈ അസുഖത്തിന് വിവരം ആരും അറിയണ്ട.
ബോംബെയിലെ ചുവന്ന തെരുവുകളെക്കുറിച്ച് ഫീച്ചർ തയ്യാറാക്കുന്നതിനിടയിൽ പലരുമായും ഉണ്ണി ബന്ധപ്പെട്ടിരുന്നതായും അങ്ങനെ അയാൾക്ക് അസുഖം പിടിപെട്ടതായും സംശയിക്കുന്നു. ആത്മഹത്യയും രോഗവിവരവും പോലീസ് കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു. സീതയ്ക്കും ഗർഭസ്ഥ ശിശുവിനും അസുഖം പകർന്നിരിക്കാമെന്ന് വിദഗ്ധ ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു. ചേട്ടാ ഒന്ന് കിട്ടു നോക്കി. മകളപ്പോ ഒളിച്ചോടി പോയതാണോ? ഇവിടെ പ്ലഗ് പോയിന്റ് ഇല്ലേ, ഇതൊന്ന് കുത്താൻ. ഒന്ന് മാറ്റി. സോറി ചേച്ചി, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല. അവള് ഞങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ല. എന്താ ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങൾ എത്ര നേരമായി ചോദിക്കുന്നു. ഞങ്ങൾക്ക് എഴുതണ്ടേ? നിർത്തടാ. ഏയ് എന്തായി കാണിക്കുന്നേ? ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക. മതി നിന്റെ ഇന്റർവ്യൂ. പെട്ടെന്നല്ല എടുത്തോണ്ട് പൊക്കോണം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ തല്ലിപ്പൊടി ഞാൻ റോഡിലെറിയും. ഇയാളാരാ അത് പറയാൻ? നിന്നെ ഞാൻ എല്ലാവരും ഇനി പത്രമൊന്നും ടി വിന്നും പറഞ്ഞ ഒരെണ്ണത്തിനകത്ത് കണ്ടുപോരുത്. എന്റെ പഠിച്ചവനെ, ആ കുട്ടിക്ക് ഗതി വന്നല്ലോ. ഇത്രയും വലിയ ക്രൂരത ഒരു പടച്ചോനും ചെയ്യാൻ പാടില്ല. ഈ ഓളെ കണ്ടോ? ഇല്ലുമ്മ, എനിക്ക് അവളെ കാണാനുള്ള ശക്തി ഉണ്ടായില്ല. ഓളെ വല്ല ആസ്പത്രിയിൽ കാണിച്ചൂടെ? എങ്ങനെ പുറത്തിറങ്ങാനാ? ഊഴി വിളിക്കാനും കല്ലെറിയാനും നിൽക്കല്ലേ നാട്ടുകാര്. സീതയെ വിളിച്ചില്ലേ? സീതയ്ക്കുള്ള ഭക്ഷണം മുറി കൊടുക്കാം. പേടിച്ച ഞാനും കുട്ടികളും ഇവിടെ കഴിയണേ. വിജയേട്ടൻ വന്നാൽ ഞങ്ങൾ പോയിക്കൊള്ളാം. പിന്നെ എന്ത് വേണേ അയക്കൂ. എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ എന്റെ ദേവകി. ഉണ്ടിട്ട് പാത്രം കൂടി കഴുകി വെച്ചേക്കണം. ഇവിടെ ആരുമില്ലേ? ഒരു കേറിയിരിക്കൂ. ഇരിക്കാൻ വേണ്ടി വന്നതല്ല. ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി. സീത ഈ ഗ്രാമത്തിൽ താമസിക്കാൻ പാടില്ലെന്ന കമ്മിറ്റിക്കാരുടെ തീരുമാനം. എവിടേക്കാ ശങ്കരപ്പിള്ളേ? ഞാൻ അവളെ പറഞ്ഞയക്കുക. ഇത് അവളുടെ വീടല്ലേ? അതൊന്നും എനിക്കറിയണ്ട. കമ്മിറ്റിയുടെ അഭിപ്രായം അറിയിക്കാനാണ് ഞാൻ വന്നത്. കമ്മിറ്റിയുടെ അഭിപ്രായം അതാവും. പക്ഷേ അവളെ ഈ അവസ്ഥയില് ഷെരീഫിന്റെ കത്ത് വന്നു. ഉണ്ണിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പത്രക്കാരും മലയാളി അസോസിയേഷനും കൂടെ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അത്രേ. നമ്മൾ ഭയന്ന പോലെ എന്തോ ദുരൂഹതയുണ്ട്. സത്യം എന്തായാലും പുറത്തു വരാതിരിക്കില്ല.
ധൈര്യമായിട്ടിരിക്കുക. അമ്മായി, ആരെങ്കിലും കണ്ടോ ഇങ്ങോട്ട് വരുന്നത്? അമ്മ അവിടെ ഇല്ല. അമ്മായിക്ക് എന്താ സൂക്കേട്? ചത്തുപോണ സുഖേടാണെന്ന് അമ്മ പറഞ്ഞ്. ശരിയാണോ അമ്മായി? അപ്പൊ അമ്മായിയുടെ വയറ്റില് വാവിഞ്ചാവോ? എത്ര പറഞ്ഞാലും കേൾക്കില്ല അസത്തുക്കളെ. ഓരോന്ന് വരുത്തി വെക്കാൻ ഇരിക്കുക. അനുസരണക്കാരെ കാണിച്ചാലേ രണ്ടിനും തല്ലിക്കൊന്ന് ഞാനും ചാവും. വിജയൻ എപ്പഴാ വരിക? ആവോ, എനിക്കൊന്നും അറിയില്ല. രാത്രി എന്നെ വരുന്നാ പറഞ്ഞേ. ആവൂ, ആശ്വാസായി. ഇനിയുള്ള കാലങ്ങളും സമാധാനമായി ജീവിക്കാലോ. എല്ലാവരും പൊയ്ക്കും. എന്റെ കുട്ടിയെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. മണ്ടത്തരം പറയാതെ ദേവകി, അവള് ചത്തോണ്ടിരിക്കുക. പ്രസവം വരെ പോകുന്നു തോന്നണില്ല. പകരുന്ന ഏതാണ്ട് ഒരു തരം തെണ്ണ അറിഞ്ഞുകൊണ്ട് ഓരോന്ന് വരുത്തി വെക്കണ ദേവകി. എന്റെ ഈശ്വര, എന്റെ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ. ഓടുമ്പട്ടോളുടെ മോന്റെ കൂടെ ഒളിച്ചോടിയപ്പോ വരും വരായികളെ ഓർക്കണായിരുന്നു. കർമ്മബലം അല്ലാണ്ട് എന്താ. അപ്പോ എന്നെ തനിച്ചാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ?
എന്നിട്ട് കറവയെ കഴിഞ്ഞോ? അതൊക്കെ ഇവിടത്തെ കറവ വേണ്ടെന്ന് ഭാര്യ പറഞ്ഞു. എടോ അന്ന് പശുവിന് എഴുത്തൊന്നുമില്ല. അല്ലിക്ക ഓ സ്വന്തക്കാർ വരെ പോയി, പിന്നല്ല താൻ. അപ്പോ എല്ലാരും പോയി, മുത്തശ്ശി പോലും. നിന്റെ ചേട്ടൻ വന്നിരുന്നു. എന്നിട്ട് എന്നെ ഒന്ന് കണ്ടതുപോലില്ല. കുട്ടിക്കാലത്ത് അവനും ഞാനും നിന്നെ ചുമലിലേറ്റി നടന്നിട്ടുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ നെഞ്ചി പെടപ്പുള്ളിടത്തോളം കാലം നിനക്ക് ഞാനുണ്ടാവും. പക്ഷേ ഒന്നുണ്ട്, എന്റെ കുട്ടി അവിവേകം ഒന്നും കാണിക്കരുത്. ഇല്ലിക്ക,